ഹലോ, എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒക്ടോബർ 29 എൻ്റെ അച്ഛൻ്റെ പെങ്ങൾക്കുള്ള ബർത്ത്ഡേ ആണ്. അതൊരു ചെറിയൊരു കാര്യമാണ്, എന്നാലും എൻ്റെ അത്തയ്ക്ക് ഒരു വലിയ കാര്യമാണ്. കാരണം അത്തയ്ക്ക് ഇങ്ങനെ സർപ്രൈസൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഭാഗ്യത്തിന് ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസായിട്ട് അത്തേനെ കാണാൻ പോവാന്ന്. അത്തേക്ക് ഞാനും അനുവും കൂടെ ഇത് അടുത്ത ഇന്നലേക്ക് പറഞ്ഞ ദീപാവലിക്ക് പോയ സമയത്ത് അത്ത പറഞ്ഞായിരുന്നു അത്തേക്ക് ജീൻസും ഒരു ടോപ്പ് മേടിച്ചിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴാണ് ആയത്. ഞങ്ങളതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അനുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം പോണത്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ റെഡിയാവാൻ പോവുകയാണ്. 9:10 ട്രെയിൻ. ഞാൻ ട്രെയിനിന് പോയിട്ട് സർപ്രൈസായിട്ടാണ് പോകാൻ ഇരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് കുളമാവുന്നതൊന്നും അറിയത്തില്ല. കാരണം എൻ്റെ എല്ലാ സർപ്രൈസ് വീഡിയോയും ഇതുവരെയ്ക്കും കുളമായിട്ടേ ഉള്ളൂ. ഒരു സർപ്രൈസ് നടന്നിട്ടില്ല. എങ്ങനെയെങ്കിലും അവരൊക്കെ അറിയാം. എൻ്റെ അനിയത്തിക്കൊരു സർപ്രൈസ് കൊടുത്ത് അതും കുളമായി. ഇതെങ്കിലും കുളമാവാതെ എടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് എന്നെ വിളിക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെത്. കാരണം ഞാൻ ആരുടെ പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആരെ വിളിക്കുമെന്നാണ്. സർപ്രൈസ് പൊളിക്കാത്ത ആരെങ്കിലും വിളിക്കണം. അപ്പച്ചിയുടെ മക്കൾ ആരെങ്കിലും വിളിക്കാം. അപ്പോൾ ബാക്കി പോകുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി. കുളിക്കുക എന്ന് പറയുന്നത് ദേഹം മാത്രമേ കഴിയുള്ളൂ. പിന്നെ എൻ്റെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ അടുത്ത പോകുന്ന സമയമില്ല. 8 മണിക്കൂറിന് 8 മണിയായി. 8:45 വരെ ഇറങ്ങണം. ഇനി എല്ലാം സ്പീഡിലാണ്. അപ്പം നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം. ബൈ. അപ്പോൾ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പും. ചെറിയൊരു മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്കങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, മഴ അതിഗംഭീരമായി പെയ്യണം. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാനായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സൂപ്പർ മഴ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലേ? അല്ലേ? മഴ പെയ്യണം. മഴ തെന്നി പറഞ്ഞു. എനിക്ക് എന്തായാലും പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമില്ല. അപ്പം ഞാൻ പോവുകയാണ്. ഊബർ വിളിക്കുക, പോവുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി പിന്നെ കാണാം. 9:10 ട്രെയിൻ. അപ്പോഴത്തേക്ക് ഇപ്പോഴിറങ്ങില്ലേ ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്താ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇപ്പോൾ തന്നെ 8:50 9:10 ട്രെയിൻ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറാൻ പോകണം. അപ്പോൾ ഞാൻ വെട്രി വിളിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ എന്താ ടിക്കറ്റ് എടുത്തു. പൂനെ കന്യാകുമാരി ആണ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ഇതാ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തിൽ നിന്നും ഇതുവരെയ്ക്കും ട്രെയിൻ എടുത്തില്ല. 9:10 എടുക്കുമെന്ന് ട്രെയിൻ 9:30 ആകാൻ പോകുന്നു. ഇതുവരെയ്ക്കും എടുത്തു. ടൈം 9:90. ഏത് സമയത്തങ്ങ് എത്തുമെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഇത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നറിയോ. എനിക്ക്
അങ്ങനെ ഞാൻ നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വെട്രി എന്നെയും കാത്ത് പുറത്ത് നിൽപ്പുണ്ട്. Yes, my boy is coming. Da da da. ചെറുക്കൻ എന്നെ വിളിക്കാൻ വന്ന സർപ്രൈസ് കൊടുക്കണമെന്ന് നിனைக்கிறேன். സർപ്രൈസ് அடிச்சுட்டா ഫോണ് இல்ல, என்னோட சர்ப்ரைஸ் எப்பவுமே த்ரில்லிங்கா இருக்காது. ஆமா, அதனாலதான் இந்த வாட்டி யாருக்குமே தெரியாது. ஆனா நான் ஸ்னாப் போட்டது ஹரிஷ் பார்த்துட்டேன். ஆனா நான் இங்க வரது இல்ல. ഇത് എന്റെ മാമന്റെ ജാവ. യെസ്, ഞാൻ ആദ്യം ഇതിൽ കയറാൻ പോണേ. പോറും ഹെൽമെറ്റ് ഇമ്പോർട്ടന്റ്. ഹെൽമെറ്റ് പോടല, ബട്ട് ഹെൽമെറ്റ് ഇമ്പോർട്ടന്റ്. നാഗർകോവിലെ വൺ ഓഫ് ഫേമസ് ഒരു ബേക്കറിയാണിത്. അയ്യങ്കാർ ബേക്കറി. ഇവിടുത്തെ ബോളി പിന്നെ ബാദാം മിൽക്ക് എല്ലാം സൂപ്പറാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ കേക്ക് ഓടിക്കാൻ പോകുന്നത്. ഇവിടെ വിധവിധമാ നിറയ കപ്പലണ്ടി മുട്ടായികളുണ്ട്, തേൻ മുട്ടായി ഉണ്ട്, ആദുഷയുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൊതിയാവും. എന്നമ്മ ബാദാം മിൽക്ക്. 24 hours തുറന്നിരിക്കുന്ന ഒരു ബേക്കറിയാണിത്. 24 മണിക്കൂർ ഇത് ഓപ്പൺ ആയിരിക്കും. ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ അവിടുന്ന് കേക്കൊക്കെ ഒഴിച്ചിടാൻ പോകണം. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ തന്നെ ഇവിടെ എത്താറായി, വീട്ടിലെത്താറായി. വീട്ടിൽ പതുക്കെ വണ്ടിടിച്ച് പോകണം. പക്ഷെ അവിടെ ചിലപ്പോൾ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. എന്നാലും ബാക്ക് ക്യാമറ ഓണാക്കി വെച്ചേക്കാം, നോക്കാം എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ കോലം കണ്ടില്ലേ? അയ്യോ, എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു. എന്ത് പറ്റി എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അയ്യോ, ടപ്പടിക്കുന്നു. നോക്കാം. മാമൻ്റെ വണ്ടി ഈ പതിയ പോടാ പിന്നെ പാത്ത. ഇത് ഞങ്ങളുടെ അമ്പലം. എങ്കിൽ പാട്ട് ഈ വഴി പോവാ, അടുക്കള വഴി പോവാ. ഹാപ്പി ബർത്ത്ഡേ. സീരിയസ് അത്യാളോ ഉണ്ട്. അങ്ങനെ സർപ്രൈസ് ആയി. എന്റെ ആദ്യത്തെ സർപ്രൈസ് വിജയിച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അത്തെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു നന്ദി. இது உங்களோட சின்ன மருமகளோட கிஃப்ட். இதுதான் பர்த்டே கிஃப்ட் அவளோடது. தேங்க் யூ. பர்த்டே கேக். தேங்க் யூ. ഇത് എന്റെ വേറൊരു അത്തെ. എന്നാച്ച അമ്മക്ക് തലവലിയാ? സർപ്രൈസ്. ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നു മാമ. വെട്ടുങ്കൾ അത്തേ. ஆமா ஆமா. நான் காலையில தான். நான் இங்க ட்ரிவாண்டம் தானே இருக்க. அதனால பிரச்சனை இல்லை. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അത്തയ്ക്ക് ഭയങ്കര സന്തോഷം. മുഖം കാണുമ്പോഴേ അറിയാ. ഹാപ്പി. യെസ്, കൊടുങ്കൾ. അങ്ങനെ എന്റെ മിഷൻ സക്സസ് ആയിരിക്കുന്നു.
ஆமா அருமையா இருக்கு நல்லா இருக்குல்ல ஏன் ஜீன்ஸ் பேண்ட் போட்டா போக்காதோ ஜீன்ஸ் பேண்டா சொல்றேன் இது அத்தை പറഞ്ഞാന്ന് சொல்லல சொன்னேல என்கிட்ட அதனால இது சைஸ் எனக்கு தெரியாது சைஸ் சின்னதா பெருசா இருந்தா தாங்க கொடுத்துட்டு வாங்கி ஜீன்ஸ் பேண்ட் வாங்கு ஏன் பிடிக்கலையோ அம்மா மாடர்னா வருது நீ எல்லாமே மாடர்னா நீ ரொம்ப மாடர்னா வர ஏன்டா പൈത്യം അത്തയുടെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ കറി എന്ത് കറി അപ്പൊ ഇത് കറി പായസം എല്ലാം വെച്ചു ഇതാണ് ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബെറ്ററി വന്നു ചോറ് കഴിക്കാൻ ബൈ 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 ഇപ്പൊ ചോറ് കഴിക്കാൻ പോണോ ഓക്കെ ബൈ ഇത്രയുള്ളൂ.